മാനേജ്മെന്റിലേക്കാണ് സജിത. അവിടെ നിന്നുള്ള ആംബുലൻസുകൾക്കൊപ്പമാണ് സാജിദ്. ഏതാണ്ട് 1 മണിക്കൂർ എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരിക്കുന്നത്. എവിടെ എത്തിച്ചേർന്നു ഇപ്പോൾ? ജിൽസി, ഞാൻ ആംബുലൻസുകൾക്ക് ഒപ്പം നിലവിലില്ല. ഞാൻ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയുള്ള ആളുകളെ കാണുന്നതിന്, അവരുടെ ബന്ധുക്കളെ കാണുന്നതിനുമായി പോവുകയാണ്. എന്തായാലും ഒരു 8:30 ഈ അവിടെ എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2.5 മണിക്കൂറാണ് സമയം. മറ്റ് ഇടങ്ങളിലൊന്നും നിർത്താതെ കൃത്യമായി പോവുകയാണെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് തന്നെ എത്തും. നിലവിൽ 4 പേരാണ് ചികിത്സയിൽ ഉള്ളത്. ഇതിൽ നൌഷാദ് എന്ന സ്കൂൾ ബസിന്റെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ ഈ മുഹമ്മദ് ഫായിസ് എന്ന ഈ ടെമ്പോ ട്രാവലറിന്റെ ഡ്രൈവർ 21 വയസ്സ് മാത്രം പ്രായമുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിനും ഗുരുതരമായ പരിക്കുണ്ട്. പക്ഷെ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഷഹദിൻ എന്ന 11 വയസ്സുള്ള കുട്ടിയും ഈ കുട്ടിക്കും ഈ തോളലിന് പൊട്ടൽ ഉണ്ടാവുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മസ്നിൻ എന്ന കുട്ടിയെ 12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ഈ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും താഴ്ചയിലേക്ക് പതിച്ചിട്ടും ഈ ടെമ്പോ ട്രാവലറിന്റെ സീറ്റിനൊപ്പമാണ് ഈ കുട്ടി താഴേക്ക് വന്നത്. അതുകൊണ്ട് ഈ വലിയ പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ആ കുട്ടിക്ക് വലിയ മാനസിക പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുമെന്നാണ് ഈ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നത്. എന്തായാലും പൊള്ളാച്ചിയിൽ നിന്ന് ഇവർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി എത്തുന്നു. രാത്രിയോടുകൂടി തന്നെ, അർദ്ധരാത്രിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പുലർച്ചെയോടുകൂടി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 9 ആംബുലൻസുകളും ഒരുമിച്ചാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ടെമ്പോ ട്രാവലറിൽ ഒരുമിച്ച് യാത്ര ചെയ്തവർ ഒരുമിച്ചാണ് അവരുടെ അന്ത്യയാത്രയും. അത് വ്യത്യസ്ത വാഹനങ്ങളിലായി 9 ആംബുലൻസുകളിലായി അവർ അവസാന യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അന്ത്യ യാത്രയ്ക്ക് യാത്രാമൊഴി നൽകുന്നതിനായി 100 കണക്കിന് പേരാണ് അമ്പലപ്പറമ്പ് സ്കൂളിൽ തടിച്ചുകൂടിയിട്ട് ഉള്ളത്. അവരുടെ പ്രിയ ശിഷ്യന്മാർ, അവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ, നാട്ടുകാർ, ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേരാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും. അവർ ഈ അവസാനമായി അവർക്ക് അന്ത്യയാത്ര ഒരുക്കാനായി കാത്തു നിൽക്കുന്നവർക്ക് അടുത്തേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വാൽപ്പാറയിൽ ഇന്നലെ ഈ സമയത്തെല്ലാം തന്നെ അവർ വലിയ ആഹ്ലാദത്തിലും ഈ പാട്ടുപാടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങൾ അവർ അവസാനം ഈ നിമിഷങ്ങളിൽ അവരുടെ ആഘോഷങ്ങളും മറ്റും അവർ ഈ സഹപ്രവർത്തകർക്കും മറ്റും അയച്ചു കൊടുത്ത ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ ഇന്നലെ രാവിലെ അവർ വാഴച്ചാൽ ആതിരപ്പള്ളി വഴി, തൃശ്ശൂർ ജില്ലയിലെ വാഴച്ചാൽ ആതിരപ്പള്ളി വഴി ഈ മുകളിലേക്ക് കയറുന്നു. മലക്കപ്പാറ വഴി പിന്നീട് വാൽപ്പാറ എത്തുന്നു. അവിടെ നിന്ന് പൊള്ളാച്ചിയിലേക്ക് ഈ പോകുന്ന വഴിയാണ് അപകടം സംഭവിക്കുന്നത്. അത് കാടാണ്. ആ കാട്ടിലെ ചുരത്തിൽ നിന്നാണ് താഴേക്ക് പതിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിനായി ആളുകൾ എത്തിച്ചേരാൻ തന്നെ കുറച്ച് സമയമെടുത്തു. അവിടെ ഈ ഗ്രാമപ്രദേശമോ നഗരപ്രദേശമോ അല്ലാതെ കാടായതുകൊണ്ട് തന്നെ മറ്റ് ആളുകളില്ല. ഈ അതേ റോട്ടിലൂടെ യാത്ര ചെയ്യുന്ന മറ്റ് യാത്രക്കാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അതിൽ നിരവധി മലയാളികളും ഉണ്ടായിരുന്നു. അവർ കണ്ണീരോട് കൂടിയാണ് ആ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവെച്ചത്. എന്തായാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അപകടം തന്നെയാണ് സംഭവിച്ചത്. നിരവധി കുരുന്നുകൾക്ക് അക്ഷരം പകർന്നു നൽകിയ അധ്യാപകർ ഒരുമിച്ച് യാത്രയായിരിക്കുന്നു. അതിന്റെ ഒരു വലിയ വിലാപത്തിൽ തന്നെയാണ് ഒരു നാട് മുഴുവനുള്ളത്. അവരെ ആ നാട്ടുകാർക്ക് അവസാനമായി ഈ കാണുവാനായി ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഈ അധ്യാപകർ ഒന്നിച്ച് ഈ പാങ്ങുന്ന ഗ്രാമത്തിലേക്ക് എത്തിച്ചേരും.